ഹായ് ഓൾ, ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ഓസിലേഷൻ ആൻഡ് വേവ്സിൻ്റെ പോർഷനിൽ ഭൂരിഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാം നിങ്ങൾ പഠിക്കുന്നു എന്ന് കരുതുന്നു. കോവിഡാണ്, അപ്പോൾ വീട്ടിലാണ് നിങ്ങൾ. എന്നിരുന്നാലും നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് വളരെ കൃത്യതയോടുകൂടി തന്നെ കൃത്യമായി പഠിക്കുക. സോ ഇൻ ദിസ് പോർഷൻ വി ആർ ഗോയിങ് ടു ലേൺ two body harmonic oscillator, and just we are considering the oscillation of two particles connected by a spring. അപ്പോൾ അതിൻ്റെ തിയറിയാണ് നമ്മൾ ഈ സെഷനിൽ എടുക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ ഓസിലേഷൻ ഓഫ് ടു പാർട്ടിക്കിൾസ് കണക്റ്റഡ് ബൈ എ സ്പ്രിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം ആ സിസ്റ്റത്തിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. സോ എ സിസ്റ്റം ഓഫ് ടു ബോഡീസ് കണക്റ്റഡ് ബൈ എ സ്പ്രിംഗ് that are free to oscillate simple harmonically along the axis of the spring constitutes a coupled oscillator or two-body harmonic oscillator. So a system of two bodies, here you can see two bodies M1 and M2 connected by a spring so that they are free to oscillate simple harmonically. If you displace one of the masses to some extent so that it can vibrate simple harmonically along the axis of the spring, and this system constitutes a two-body harmonic oscillator. അപ്പോൾ നമ്മൾ രണ്ട് മാസ് എടുക്കുന്നു, അതിനിടയ്ക്ക് നമ്മൾ സ്പ്രിംഗ് കൊണ്ട് ഇത് ചെയ്യുന്നു. നമ്മളൊരു മാസിനെ പതുക്കെ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഈ സ്പ്രിങ് ഈ രണ്ട് മാസും വൈബ്രേറ്റ് ചെയ്യും അലോങ് ദി ആക്സിസ് ഓഫ് ദി സ്പ്രിംഗ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ടു ബോഡി ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. സോ ഡയറ്റോമിക് മോളിക്യൂൾസിലേക്ക്, ഇതൊരു സിസ്റ്റം ആണെങ്കിലും നമുക്ക് കെമിക്കൽ കോമ്പൗണ്ട്സിൽ ഡയറ്റോമിക് മോളിക്യൂൾസ് ആയ HCl അല്ലെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂൾ, ഇതെല്ലാം നമുക്കൊരു ടു ബോഡി ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഹൈഡ്രജൻ ക്ലോറൈഡ്, ദെൻ ഹൈഡ്രജൻ മോളിക്യൂൾ, കാർബൺ മോണോക്സൈഡ് എക്സെട്ര. കാരണം ഇപ്പോൾ നിങ്ങളൊരു ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്താൽ ഇവിടെ ഒരു H ആറ്റം ഇരിക്കുന്നു. സോ ഒരു ബോണ്ട് സ്ട്രെങ്ത് ഉണ്ട്, പിന്നെ ഒരു H ആറ്റം ഇരിക്കുന്നു. നിങ്ങൾ കെമിസ്ട്രിയിൽ ഇതിൻ്റെ സിമെട്രി പഠിച്ചിട്ടുണ്ട്, ലീനിയർ സിമെട്രിയാണ് ഇതിനുള്ളത്. സോ ഇത് രണ്ടും ഒരു മാസമായിട്ട്, രണ്ട് H ആറ്റം എന്നുള്ള രണ്ട് മാസമായിട്ട് എടുക്കാം. ഈ ബോണ്ട് സ്ട്രെങ്തിനെ നമ്മളൊരു സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം, കാരണം ഓരോ ആറ്റവും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് എൻ എക്സാമ്പിൾ ഫോർ ടു ബോഡി ഹാർമോണിക് ഓസിലേറ്റർ ഇൻ റിയൽ ഫിസിക്കൽ സിസ്റ്റം. സോ നമുക്ക് ഈ എക്സാമ്പിളിലേക്ക് വരാം. സോ നമ്മളിവിടെ എന്തെടുക്കുന്നു? രണ്ട് മാസ് എടുക്കുന്നു, M1 M2. അത് സ്പ്രിംഗ് കൊണ്ട് കണക്ട് ചെയ്യുന്നു. ലെറ്റ് K ബി ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഈ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി K. നിങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? ഒരു മാസിനെ അല്പം സ്ലൈറ്റ് ആയിട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നു. ഇതിനെ ഇങ്ങോട്ട് നീക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതിനെ അകത്തേക്ക് നീക്കാം. സോ ദാറ്റ് ഇഫ് യു മേക്ക് എ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്, ഈ സ്പ്രിംഗ് എന്ത് ചെയ്യും? ഒന്നുകിൽ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെങ്കിൽ കംപ്രസ് ചെയ്യും ഡ്യൂ ടു ഇസ് ഇലാസ്റ്റിസിറ്റി, റൈറ്റ്? അതൊന്നുകിൽ എന്തായും കംപ്രസ് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ്. സോ അങ്ങനെ വരുന്ന സമയത്ത് അതെന്താ സംഭവിക്കുന്നത്? സ്പ്രിംഗ് ഒന്ന് കംപ്രസ് ചെയ്യുകയോ എക്സ്റ്റെൻഡ് ചെയ്യുകയോ സംഭവിച്ചാൽ ഇറ്റ് എക്സേർട്സ് എ റീസ്റ്റോറിംഗ് ഫോഴ്സസ് ഓൺ ടു മാസസ്. സ്പ്രിംഗ് എന്ത് ചെയ്യും? അത് രണ്ട് മാസിലും ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ ദാറ്റ് ദ ടു മാസസ് വൈബ്രേറ്റ് അലോങ് ദി ആക്സിസ് ഓഫ് ദ സ്പ്രിംഗ്. ഈ രണ്ട് മാസും എന്ത് ചെയ്യും? അലോങ് ദി ആക്സിസിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും അലോങ് ദി ആക്സിസിൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും ഡ്യൂ ടു ദിസ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പം ഇതെന്താ ചെയ്യുന്നത്? നിങ്ങളൊരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് മാസിന് വരുത്തി, അതുകൊണ്ട് തന്നെ സ്പ്രിംഗ് ഒന്ന് ഡീഫോം ചെയ്തു. സോ ദാറ്റ് ഇറ്റ് എക്സേർട്സ് ദാറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതായത് സ്പ്രിങ്ങിന്റെ ബാക്ക് ടു ഇസ് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് പോകണം. അതപ്പോൾ എന്ത് ചെയ്യും? റീസ്റ്റോറിംഗ് ഫോഴ്സ് എവിടെ കൊടുക്കും? രണ്ട് മാസിലും കൊടുക്കും. സോ ദാറ്റ് ഇറ്റ് വൈബ്രേറ്റ്സ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വി ആർ ജസ്റ്റ് ടേക്കിംഗ് എ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസ്. നമ്മളിവിടെ എടുക്കുന്ന സർഫസ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മാസ് ഓഫ് ദ സ്പ്രിംഗ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു മാസ്ലെസ് സ്പ്രിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് തിയറിക്ക് വേണ്ടി. ആൻഡ് ദ സർഫസ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻലെസ് സർഫസ് ആണ്. ഇനി നമുക്ക് തിയറി ഡെറൈവ് ചെയ്യാം. സോ സ്പ്രിംഗ് സിസ്റ്റം ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളിപ്പോൾ മാസിനെ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തു. മാസിനെ ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു സ്പ്രിങ്ങിന് എന്തുണ്ടാകും? ഒരു ഡീഫോർമേഷൻ വരും. ആ ഡീഫോം ചെയ്തപ്പോൾ സ്പ്രിങ്ങിനുണ്ടായ ചേഞ്ച് ഇൻ ലെന്ത് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എക്സ്. എക്സ് ആണ് സ്പ്രിങ്ങിനുണ്ടായ ചേഞ്ച് ഇൻ ലെന്ത്. അതിൻ്റെ നേരത്തെ ഉള്ള ഒറിജിനൽ ലെന്ത് ചെയ്തും എക്സ് ലെന്ത് അതിന് എന്തുണ്ടായി? വേരിയേഷൻ വന്നു. ഒന്നിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പോൾ ഈ ഡീഫോർമേഷൻ ലെന്ത് വന്നതുകൊണ്ട് തന്നെ ഇറ്റ് എക്സേർട്സ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ഈച്ച് മാസ് വിച്ച് ഈസ് -kx. അതെന്ത് ചെയ്യും? -kx എന്ന് പറയുന്ന ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ത് ചെയ്യും? ഓരോ മാസിലും എക്സേർട്ട് ചെയ്യും.
അപ്പോൾ ഇവിടെ m1 എന്ന് പറയുന്ന മാസ് ഡിസ്പ്ലേസ് ചെയ്ത പൊസിഷൻ ലെറ്റ് ഇറ്റ് ബി x1. x1 ആണ് m1 എന്ന് പറയുന്ന മാസ് ഡിസ്പ്ലേസ് ചെയ്തത്. സോ m2 എന്ന് പറയുന്ന മാസ് ഡിസ്പ്ലേസ് ചെയ്തത് ലെറ്റ് ഇറ്റ് ബി x2. അപ്പോൾ m1 മാറിയ ദൂരം x1 ആണ്, m2 എന്ന് പറയുന്ന മാസ് മാറിയ ദൂരം x2 ആണ്. m1 മാറിയത് x1 ഉം m2 മാറിയത് x2 ആണ്. നമ്മളിവിടെ ഒരു ഇൻക്രീസ് ഇൻ ലെന്ത് ആണ് കൺസിഡർ ചെയ്തെന്ന് വെക്കുക. അതായത് എക്സിന് പറഞ്ഞ സ്പ്രിങ്ങിന്റെ ലെന്ത് വേരി ചെയ്ത് വി ആർ ജസ്റ്റ് കൺസിഡറിങ് ദാറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ലെന്ത് ഹാപ്പൻസ്. അപ്പോൾ m1 എങ്ങോട്ട് മാറണം? m1 x1 ദൂരെ മാറി, m2 x2 ദൂരെ മാറി. സോ ദാറ്റ് വി ക്യാൻ സേ സ്പ്രിങ്ങിന്റെ ചേഞ്ച് ഇൻ ലെന്തായ എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ലെന്തായ എക്സ് എന്ന് പറയുന്നത് ആരാണ്? x1 പ്ലസ് x2 ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തത് x1 m1 മാസ് മാറിയ ദൂരം, x2 m2 മാസ് മാറിയ ദൂരം. അങ്ങനെയാണെങ്കിൽ സ്പ്രിങ്ങിനുണ്ടായ ചേഞ്ച് ഇൻ ലെന്ത് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് x1 പ്ലസ് x2 ആണ്. സോ മാസ് m1 ആൻഡ് m2 will experience an acceleration. Let d square x1 by dt square be the acceleration experienced by the mass m1. m1നെ x1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറിയപ്പോൾ എക്സേർട്ട് ആയ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ആക്സിലറേഷൻ എന്ന് പറയുന്നത് d സ്ക്വയർ x1 ബൈ dt സ്ക്വയർ ആണ്. അതുപോലെ m2നെ എക്സ്പീരിയൻസ് ചെയ്ത ആക്സിലറേഷൻ എന്ന് പറയുന്നത് d സ്ക്വയർ x2 ബൈ dt സ്ക്വയർ ആണ്. ഓക്കെ, ഇത് m2നെ എക്സ്പീരിയൻസ് ചെയ്ത ആക്സിലറേഷൻ ആണ്. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ. നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. ma എന്ന് പറയുന്ന m1 എന്ന് പറയുന്ന മാസിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് m1 d സ്ക്വയർ x1 by dt square which is equal to the restoring force it experienced, which is equal to minus kx, equal to minus kx. So this is the equation of motion of the mass m1. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെ എഴുതാം? m2ന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാ? ഇറ്റ് ഈസ് m2 d സ്ക്വയർ x2 by dt സ്ക്വയർ, d സ്ക്വയർ x2 by dt സ്ക്വയർ ഈക്വൽ ടു, അവിടെയും എക്സെർട്ട് ചെയ്ത റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് സെയിം, മൈനസ് kx. So this is equation 2. From equation 1 we can write d square x1 by dt square എന്താണ്? ഈക്വൽ ടു മൈനസ് k by m1x. അതുപോലെ തന്നെ ഇക്വേഷൻ 2ൽ നിന്നും യു ക്യാൻ റൈറ്റ് d സ്ക്വയർ x2 by dt സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് k by m2x. ഓക്കെ, അപ്പോൾ നമ്മൾ d സ്ക്വയർ x1 by dt സ്ക്വയറിന് d സ്ക്വയർ x2 by dt സ്ക്വയറിന് നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതി. ഇനിയും വി നോ വാട്ട് ഈസ് എക്സ്. ആ സ്പ്രിങ്ങിനുണ്ടായ ചേഞ്ച് ഇൻ ലെന്ത് എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? x1 പ്ലസ് x2 ആയിരുന്നു. സോ ടേക്ക് or differentiate this equation twice with respect to t. ഈ ഇക്വേഷനെ രണ്ട് തവണ t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ദാറ്റ് LHS എന്താവും? d സ്ക്വയർ x by dt സ്ക്വയർ ഈക്വൽ ടു d സ്ക്വയർ x1 by dt സ്ക്വയർ പ്ലസ് d സ്ക്വയർ x2 by dt സ്ക്വയർ. നമ്മൾ എന്ത് എഴുതി? വി റോട്ട് ദി എക്സ്പ്രഷൻ ഫോർ d സ്ക്വയർ x by dt സ്ക്വയർ. അപ്പം d സ്ക്വയർ x1 by dt സ്ക്വയർ പ്ലസ് d സ്ക്വയർ x2 by dt സ്ക്വയർ. നമ്മളിവിടെ എഴുതാൻ പോകുന്നത് വി ആർ ജസ്റ്റ് ഗോയിങ് ടു റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദിസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ അതിനെ d സ്ക്വയർ x by dt സ്ക്വയറിന്റെ ഇത് എഴുതി. അതിന് നമുക്ക് ആരെ അറിയാം? വി നോ d സ്ക്വയർ x1 by dt സ്ക്വയർ, വി നോ d സ്ക്വയർ x2 by dt സ്ക്വയർ. ഈ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിക്കേ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. കാരണം d സ്ക്വയർ x by dt സ്ക്വയർ ഈക്വൽ ടു മൈനസ് kx by m1 മൈനസ് kx by m2. ഓക്കെ, ഒന്ന് LCM എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ യു വിൽ ഗെറ്റ് ദിസ് വൺ ഈക്വൽ ടു, സോ
kx എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റന്റ് എടുത്താൽ, സോ m1 m2 LCM. So in the numerator you will get m1 plus m2 and you have a negative sign there. So minus m1 plus m2 by m1 m2 into kx. And we are just substituting this one m1 plus m2 by m1 m2, or we are just substituting m1 m2 by m1 plus m2, and this is a mass, right? എന്താ, രണ്ട് മാസിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നു, രണ്ട് മാസിന്റെ സം എടുത്ത് റേഷ്യോ എടുക്കുന്നു, ആൻഡ് ദിസ് റേഷ്യോ ഇസ് കോൾഡ് ദ റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദ സിസ്റ്റം. ഇത് നമ്മൾ എന്തെന്ന് വിളിക്കും? റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു, ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്താൽ യു വിൽ ഗെറ്റ് മൈനസ് കെ എക്സ് ബൈ മ്യൂ, മൈനസ് കെ എക്സ് ബൈ മ്യൂ. സോ വി ഗോട്ട് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ എക്സ് ബൈ മ്യൂ. സോ ദ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് ഡി സ്ക്വയർ x by dt square plus k by mu x equal to 0. d square x by dt square plus k by mu x equal to 0, where mu equal to m1 m2 by m1 plus m2, which is the reduced mass of the system. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലത്തിലൊക്കെ വേണം. ദിസ് ഈസ് കോൾഡ് റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദി സിസ്റ്റം. ഇത് നോക്കിയ ഈ ഒരു ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ നിങ്ങൾ, എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത? ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് ഇക്വലന്റ് ടു എ സിംഗിൾ ബോഡി ഹാർമോണിക് ഓസിലേറ്റർ. നമ്മളൊരു സിംഗിൾ ബോഡി ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? എം മാസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും അതിൻ്റെ ഇക്വേഷൻ എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. സോ വേർ എം ഈസ് ദ മാസ്. ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? ഒരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ്ങിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് മാസ് ഉണ്ട്. അപ്പം രണ്ട് മാസ് ഓസിലേറ്റ് ചെയ്ത ഒരു സിസ്റ്റം ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷെ നമ്മൾ എഴുതി വന്നപ്പോൾ ആ ടു ബോഡി പ്രോബ്ലം ഒരു സിംഗിൾ ബോഡി പ്രോബ്ലമായിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ m1 m2 എന്ന് പറയുന്ന രണ്ട് മാസ് ഓസിലേറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ഒരു സിംഗിൾ ബോഡി സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഒരു വോളിൽ ഒരു സ്പ്രിങ് കെ എന്ന് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ഉള്ള ഒരു സ്പ്രിങ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അറ്റത്ത് ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ മാസ് നിങ്ങൾ എത്ര കൊടുക്കണം? ഇതേ സിസ്റ്റം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അതേ ഇക്വേഷൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ മ്യൂ എന്ന് പറയുന്ന മാസ്, ഇതിൻ്റെ m1ഉം m2ഉം വെച്ച് നിങ്ങൾ ആരെ കണ്ടുപിടിക്കണം? അതിൻ്റെ റെഡ്യൂസ്ഡ് മാസിനെ കണ്ടുപിടിച്ചാൽ ആ റെഡ്യൂസ്ഡ് മാസ് ഓസിലേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും ആ രണ്ട് ബോഡികൾ ഓസിലേറ്റ് ചെയ്യുന്ന തിയറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. സോ ഇൻ ദിസ് കേസ്, ഓർ ദ ഇക്വേഷൻ ഈസ് ഇക്വലന്റ് ടു എ സിംഗിൾ ബോഡി പ്രോബ്ലം. നേരത്തെ m1 m2 ഓസിലേറ്റ് ചെയ്തതിന് പകരം നൗ ഇറ്റ് ചേഞ്ച് ടു എ സിംഗിൾ ബോഡി ഓഫ് മാസ് മ്യൂ ഈസ് ഓസിലേറ്റിംഗ് ഓർ ഈസ് പെർഫോമിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിൻ്റെ തിയറിയാണ്, അതിൻ്റെ ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ടു ബോഡി ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ മ്യൂ എക്സ് ഈക്വൽ ടു 0, വെർ മ്യൂ ഈസ് ദി റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദി സിസ്റ്റം. സോ ഇൻ ദിസ് വേ യു ക്യാൻ റെഡ്യൂസ് എ ടു ബോഡി പ്രോബ്ലം ടു വൺ ബോഡി പ്രോബ്ലം. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, രണ്ട് ബോഡിയുള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നുമായിട്ട് പഠിക്കേണ്ട, നമുക്ക് ഒരൊറ്റ ബോഡിയുടെ ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റെഡ്യൂസ്ഡ് മാസ് എടുത്തിട്ട് ആ സിസ്റ്റത്തിനെ അങ്ങ് മാറ്റുക. ഇതിലെ എളുപ്പം നമുക്ക് പഠിക്കാം. അപ്പം ഇതാണ് ഈ ഒരു തിയറിയുടെ പ്രത്യേകത. ഇനിയും ഇതിൻ്റെ പീരീഡ് എത്രയായിരിക്കും? നമുക്കറിയാം, ഇക്വേഷനിൽ ആ കെ ബൈ മ്യൂ എന്ന് പറയുന്നതാണ് ഒമേഗ സ്ക്വയറിൻ്റെ ടേമായിട്ട് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒമേഗയ്ക്ക് പകരമുള്ള ടേമായിട്ട് റൂട്ട് ഓഫ് കെ ബൈ മ്യൂ എടുത്താൽ വി വിൽ ഗെറ്റ് ടി, ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ടി ഈക്വൽ ടു 2 pi into root of mu by k. 2 pi into root of mu by k is the period of the oscillation, and the frequency of the oscillation is given by f equal to 1 by 2 pi root of k by mu. 1 by 2 pi into root of k by mu. So this is the frequency of oscillation of two body oscillator. ഇനി നമുക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കണ്ടുപിടിക്കാം. ടു ബോഡി ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊട്ടൻഷ്യൽ എനർജി.
we know the force is nothing but negative gradient of potential energy minus du by dx ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഫോഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇ ഈക്വൽ ടു നത്തിങ് ബട്ട് മൈനസ് ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ എഫ് ഡി എക്സ്. ഇതുവരെയാണ് ഇവൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം ന്യൂട്രൽ പൊസിഷനിൽ നിന്നും എക്സ് എന്ന് പറയുന്ന ലെന്തിലേക്കാണ് അവൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ അത്രയും ലെന്ത് എക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം പൊട്ടൻഷ്യൽ എനർജി അവനുണ്ട്. സോ യു ഇസ് നത്തിങ് ബട്ട് മൈനസ് ഇൻ്റഗ്രൽ 0 to f dx. എഫ് എന്ന് പറഞ്ഞാൽ മൈനസ് കെ എക്സ് ആണ്. സോ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വൺ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും 0 to x kx dx kx dx, or the answer is the expression for potential energy of a two body harmonic oscillator is half kx square, half kx square, okay, equal to half kx square. So if you draw a potential energy curve, it will be a parabola. Half k second order equation ആയിട്ടാണ് വരുന്നത്. So the shape of the curve will be parabola. So expression for potential energy is half kx square. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്. സപ്പോസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മാസസ്, ഇത് ആദ്യം ഇരുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മാസസ് എന്ന് പറയുന്നത് r0 ആണെന്നിരിക്കട്ടെ. ലെറ്റ് r0 ബി ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. ഒന്നും നിങ്ങൾ അവിടെ അനക്കിയില്ല. സോ ഇഫ് യു ഡിസ്പ്ലേസ് സ്പ്രിങ്ങിന് എന്തുണ്ടായി? എക്സ് എന്ന് പറയുന്ന ഒരു ചേഞ്ച് ഉണ്ടായപ്പോൾ മാസുകൾ തമ്മിലുള്ള ദൂരം r ആണെന്നിരിക്കട്ടെ. കാരണം മാസ് ഒന്ന് എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു. 2 മാസം ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ദ ഡിസ്റ്റൻസ് ബി r. അങ്ങനെ ആണെങ്കിൽ വി ക്യാൻ സേ വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ r മൈനസ് r0 ആയിരിക്കുമല്ലോ. r മൈനസ് r0 ആയിരിക്കും എക്സ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിന് ഡിഫോം ചെയ്ത ലെന്തിൻ്റെ എക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഹാഫ് കെ എക്സ് സ്ക്വയറിന് പകരം യു ക്യാൻ സേ ദ പൊട്ടൻഷ്യൽ എനർജി റിലേഷൻ ഇസ് യു ഈക്വൽ ടു ഹാഫ് കെ r മൈനസ് r0 the whole square, half k r minus r0 the whole square. So this is the potential energy curve of a two body harmonic oscillator. ഇതെന്തായിരിക്കും? It has the shape of a parabola, just like a single body harmonic oscillator. ഇത്രയേ ഉള്ളൂ ഒരു ടു ബോഡി ഹാർമോണിക് ഓസിലേറ്ററിന്റെ തിയറി. നമ്മൾ ടു ബോഡി ഹാർമോണിക് ഓസിലേറ്ററിന് എന്ത് ചെയ്തു? ഒരു സിംഗിൾ ബോഡി വൺ ബോഡി ഓസിലേറ്റർ ആയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് തിയറി ഡിറൈവ് ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദി സിസ്റ്റം. ഇപ്പോൾ 2 ബോഡി ഇതേപോലെ വൈബ്രേറ്റ് ചെയ്യുകയോ ഓസിലേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ റെഡ്യൂസ്ഡ് മാസ് എടുത്തുകൊണ്ട് സിംഗിൾ ബോഡി ആയിട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. അത് ഫിസിക്സിൽ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. താങ്ക് യു.